ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പഴമാണ്. ഈ ഒരു കൊട്ട പഴം ഇന്നലെ ഏട്ടൻ്റെ വീട്ടിൽ കൊല വെട്ടിയപ്പം അവിടുന്ന് അമ്മ കൊടുത്തു വിട്ടതാണ്. ഇനി ഈ പഴം കഴിയുന്നത് വരെ പുട്ടും ഉപ്പുമാവൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ രാവിലത്തെ ഫുഡ്. രാവിലെ പുട്ടുണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചത്തേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് ക്ലാസ്സിന് പോവാൻ. അത് മാത്രമല്ല ഇന്നൊരു കേക്കിന്റെ ഓർഡറും കൂടി ഉണ്ട്. അങ്ങനെ മോര് കറിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചേ. പിന്നെ ജിത്തുവിനുള്ള പുട്ടും പഴം കേട്ടോ കുഴക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് കുഴച്ച് കഴിക്കില്ല, ഞാൻ തന്നെ കുഴച്ച് കൊടുക്കുകയും വേണം. അങ്ങനെ അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത ശേഷം രണ്ടുപേരും സ്കൂളിലോട്ടൊക്കെ പറഞ്ഞു വിട്ടേ. അങ്ങനെ പിന്നെ ഞാനിതാ പുട്ടൊക്കെ കഴിച്ചു കേട്ടോ. എനിക്കിതാ ഇരട്ടപ്പഴമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് ഇന്നലെ ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ബീറ്ററിന് എന്തോ ഒന്ന് സംഭവിച്ചു. അങ്ങനെ പിന്നെ അതൊക്കെ അഴിച്ചിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കിയത് പാക്ക് ചെയ്ത് കടയിൽ ശരിയാക്കാൻ വേണ്ടി പോയപ്പം ആ കട അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. ആകെ ടെൻഷനായി. ഇനി എന്ത് ചെയ്യണം, വൈകുന്നേരം കേക്കും കൊടുക്കാറുണ്ട്. അപ്പോഴായിട്ട് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന 2-3 പേര് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിലൊരു ചേച്ചിനെ വിളിച്ച് പറഞ്ഞപ്പം ചേച്ചി എനിക്ക് ബീറ്റർ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇതാ സമാധാനമായിട്ട് ക്ലാസ്സും ഒക്കെ കഴിഞ്ഞ ശേഷം ചേച്ചിയിൽ നിന്ന് ബീറ്ററും ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നേ. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് വന്ന ഉടനെ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിന്നേ. കാരണം 5 മണിക്ക് കൊടുക്കേണ്ട കേക്കാണ്, ഇനിയും ലേറ്റ് ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു കേട്ടോ കസ്റ്റമർ പറഞ്ഞത്. കസ്റ്റമറിൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് അത് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പം ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് എത്തുന്നതിന് മുമ്പേ കൊണ്ടുവന്ന് കൊടുക്കണമെന്നായിരുന്നു. പിന്നെ കസ്റ്റമറിൻ്റെ ഒരേ ഒരു നിർബന്ധമായിരുന്നു വേഡിങ്സ് ഫുള്ള് മലയാളത്തിൽ തന്നെ വേണം എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കേക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. അങ്ങനെ കേക്കും കൊണ്ട് അവരുടെ വീടിൻ്റെ മുമ്പിൽ എത്തിയപ്പം നിൽക്കുന്ന ഒരു പട്ടി. അതിന് പിന്നെ അവർ ഓടിച്ച ശേഷം ഞാൻ കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തി. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.